CSR ഫണ്ട് തട്ടിപ്പിൽ മലപ്പുറം ജില്ലയിൽ പണം നഷ്ടപ്പെട്ടത് 500-ലേറെ പേർക്കാണ്. മാറഞ്ചേരി പഞ്ചായത്തിൽ നിന്നും മാത്രം 486 പേർ പകുതി വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കാൻ നാഷണൽ NGO കോൺഫെഡറേഷന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. നിലമ്പൂരിലും എടവണ്ണപ്പാറയിലും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇന്ന് മാത്രം 36 പരാതികളാണ് ലഭിച്ചത്. 16 ഓഫ് മാറഞ്ചേരി, നിലമ്പൂരിലെ ഓസ്വാൾ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ സംഘടനകളാണ് പദ്ധതിയുടെ പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ചത്. ഇവർക്കെതിരെയാണ് പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയത്. 1 കോടിയോളം രൂപ തട്ടിച്ചെന്ന് കാണിച്ച് തൊടുപുഴ ചൂരംകുളങ്ങര അനന്തകൃഷ്ണനെതിരെ ഓസ്വാൾ ട്രസ്റ്റ് അധ്യക്ഷൻ ബിനോയ് പാട്ടത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ പാതി വിലയ്ക്കു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ബാക്കി തുക കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് കണ്ടെത്തുമെന്നും പറഞ്ഞു. രജിസ്ട്രേഷനായി 6000 രൂപ വരെ ഫീസും വാങ്ങി. ആദ്യം പണം നൽകിയവരിൽ ചിലർക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പണം നൽകി 1 വർഷമായിട്ടും ഒന്നും ലഭിക്കാത്തവരുണ്ടെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഞങ്ങള് നിലമ്പൂര് ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ്. ഇതില് ഞങ്ങളെല്ലാരും പറ്റിക്കപ്പെട്ടുകയാണ്. അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് 3-ാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത്. ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട, ഞങ്ങൾക്ക് പൈസ മതി എന്ന നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ നാട്ടിലില്ല, നമ്മൾ എല്ലാരോടും വന്നിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള്. പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളെല്ലാരും ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, എല്ലായിടത്തും ന്യൂസ് വന്നിക്കണേ, നമ്മളെ പൈസ എങ്കിൽ കിട്ടിയില്ലെങ്കിലും ഇയാൾ ഇനി ഇതിവിടെ തുടരരുത് എന്ന നിലയ്ക്ക് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ വന്ന് പരാതി കൊടുത്ത്. സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും തട്ടിപ്പിൽ പണം നഷ്ടമായി. പദ്ധതിയുടെ ഭാഗമായി പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകാൻ ജില്ലയിലെ പ്രമുഖ സാമൂഹ്യ സേവന സംഘടന നാഷണൽ NGO കോൺഫെഡറേഷനോട് സഹകരിച്ചിരുന്നു. തയ്യൽ മെഷീന് വേണ്ട പാതി തുക ഇവർ നൽകുകയായിരുന്നു. വലിയ തുക നഷ്ടപ്പെട്ടതായി കാണിച്ച് സംഘടന നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.